ശരിക്കും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും പേടി തോന്നുന്നില്ല നിങ്ങൾക്ക്? എക്സാം ഒക്കെ കഴിഞ്ഞ് ഏകദേശം പല എക്സാമുകൾ, ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ, പ്രീ മോഡൽ എക്സാം ഉള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ ഏകദേശം സ്കൂളൊക്കെ അവസാനിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചുകളൊക്കെ തിരിച്ച് ക്ലാസ്സുകൾ 3 ദിവസം 2 ദിവസം, ചില ആഴ്ചകൾ ക്ലാസ് ഇല്ല. എടാ, ഒന്നാമത്തെ സങ്കടം ഞാൻ പറയുക, +2 കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ അവസാനിക്കാൻ പോവാണ് അല്ലേ, ഫ്രണ്ട്സിനൊക്കെ വിട്ട് പിരിയാൻ പോവാണ്, അതൊരു സങ്കടമുണ്ട്. രണ്ടാമത്തെ സങ്കടവും രണ്ടാമത്തെ പേടിയും രണ്ടാമത്തെ ഒരു ആശ്ചര്യത്തോടെയും കൂടി കാണുന്നത് നിങ്ങൾ ഒരേ ഒരു കാര്യം തന്നെയാണ്: ഒന്നും പഠിച്ചിട്ടില്ല. ക്രിസ്മസ് എക്സാം വരെ ഞങ്ങൾക്ക് ഒരു സീരിയസ്നെസ് ഉണ്ടായിട്ടില്ല. നാളെ ക്രിസ്മസ് എക്സാം ആണെങ്കിൽ പോലും അത് ക്രിസ്മസ് എക്സാം അല്ല, അത് എന്തെങ്കിലുമൊക്കെ കാട്ടാമെന്നുള്ള തോന്നലായിരുന്നു. പക്ഷേ സാറേ, കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒരു കാര്യം വന്നിട്ടുണ്ട്, പഠിക്കണമെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ രക്ഷപ്പെട്ടാലേ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമെന്നുള്ള തോന്നലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മുന്നിൽ ഇനിയുള്ളത് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ്. ശരിക്കും പറഞ്ഞ പബ്ലിക് എക്സാം പോട്ടെ, മോഡൽ എക്സാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരി 2-ാം തീയതി. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ 13-14 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കടാ. അപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉണ്ടാവും. ഈ 14 ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കും? പോട്ടടാ, 14 ദിവസത്തിൻ്റെ കൂടെ നമുക്കൊരു 5-6 ദിവസം വേറെയും ഉണ്ടായിരിക്കും പബ്ലിക് എക്സാമിന്. ഇതൊക്കെ കൂടി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റൂലേ? സാറ്, ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. അതിനുള്ള A+ വാങ്ങാനുള്ള, +1 ഒരുപക്ഷെ നിങ്ങൾക്ക് A+ കിട്ടിയിട്ടുണ്ടാവും. +2 കണ്ടന്റ് കൂടിക്കഴിഞ്ഞപ്പോൾ ആകെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. മാത്രമല്ല, സ്കൂളിലെ കലോത്സവം, സബ് ജില്ല, സ്പോർട്സ്, ശാസ്ത്രമേള, എല്ലാത്തിലും പങ്കെടുത്ത് എല്ലാത്തിലും സീനിയോറിറ്റി കാണിച്ചവരല്ല നിങ്ങൾ. അത് കാണിക്കേണ്ടെന്നല്ല, +2 അത് കാണിക്കാൻ കഴിയുള്ളൂ. ഈ പ്രായത്തിൽ അതൊക്കെ നടക്കുള്ളടാ. എൻജോയ് ചെയ്യാൻ പറ്റിയത് മാക്സിമം എൻജോയ്. പക്ഷെ മക്കൾക്ക് വേണ്ടിയിട്ട് A+ വാങ്ങിത്തരാൻ വേണ്ടി നാളെ ചൊവ്വാഴ്ച ഫെബ്രുവരി 3-ാം തീയതി ചൊവ്വാഴ്ച കൃത്യം 7:00 ഞാൻ വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ നിങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, 1 മാസം തന്നെ മതി നമുക്ക്. 1 മാസം തന്നെ മതി. എടാ, കഴിഞ്ഞ ജൂൺ മാസം മുതൽ പഠിച്ചു തുടങ്ങിയവരാരുമല്ല ഈ A+ വാങ്ങുന്നത്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. അവരും A+ വാങ്ങുന്നുണ്ട്. പക്ഷെ അവസാനത്തെ മാസം ഉള്ളിൽ നിങ്ങളുടെ തീയുണ്ടോ, അല്ലെങ്കിൽ ഉള്ളിൽ നിങ്ങളുടെ കനലുണ്ടോ? ആ കനലുകൾ തീയാക്കി മാറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ ഉള്ളിലെ തീ നിങ്ങൾ കത്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 3-ാം തീയതി കൃത്യം 7 മണിക്ക് ചൊവ്വാഴ്ച നിങ്ങൾ നമ്മുടെ ചാനലിൽ പോലെ സെറ്റാക്കി തരും മക്കളെ. തല കുനിക്കേണ്ടി വരില്ല ആരുടെയും മുന്നിലും. നിങ്ങളും നിങ്ങളുടെ ഗ്യാങ്ങും ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ റിസൾട്ട് കൊണ്ട് നിങ്ങൾ എവിടെയും എത്തില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതേ ടീച്ചറെ നിങ്ങൾ കോൾ ചെയ്യണം. ടീച്ചറെ, ഞങ്ങളുടെ റിസൾട്ട് വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. ടീച്ചർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഞങ്ങളും ഞങ്ങളുടെ ഗ്യാങ്ങും എവിടെയും എത്തൂല, രക്ഷപ്പെടില്ല. ഇങ്ങനെ കളിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ലാതായി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ടീച്ചർ, ആ റിസൾട്ട് ഒന്ന് പരിശോധിക്കുക. വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഒരു കൺഗ്രാജുലേഷൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലവിൻ്റെ ഒരു റിയാക്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, എടാ, ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്, ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും മറ്റൊന്നും വരില്ലടാ. മറക്കണ്ട, ചൊവ്വാഴ്ച കൃത്യം 7 ഫെബ്രുവരി 3 ചൊവ്വ കൃത്യം 7:00 നിങ്ങളെ A+ എത്തിക്കാൻ നമ്മൾ റെഡിയാണ്. സെറ്റല്ലേ മക്കളെ? താങ്ക് യു.